വി.എം. സുധീരൻ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെയുള്ള രാഷ്ട്രീയ എതിരാളികളുടെ ഇരുട്ടടികളിൽ തളർന്നവശനായി ശരശയ്യയിലേക്ക് കിടക്കുമ്പോൾ ഇതേ ആക്രമണങ്ങൾ ഇപ്പോഴും ഏൽക്കുന്ന നിത്യഹരിത നായകൻ വി.എസ്. അച്യുതാനന്ദൻ എന്ന 90-കൾ കഴിഞ്ഞ ന്യൂ ജനറേഷൻ നേതാവ് എന്തു ചെയ്യുകയാണ്? അദ്ദേഹം വാളയാറിലേക്ക് ഒരു വരയൻ പുലിയെ പോലെ പാഞ്ഞെന്ന് പീഡനത്തിനിരകളായി മരിച്ച പെൺകുട്ടികളുടെ കുടുംബത്തെ ആശ്വസിപ്പിച്ച് പിണറായിയുടെ ആഭ്യന്തര വകുപ്പിന് നേരെ ഗർജിക്കുകയാണ്. ഇതിനകത്ത് ഇപ്പോൾ പോലീസ് ഇന്നലെ 2 പേരെ ആണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ആദ്യ സംഭവത്തിൽ ആത്മഹത്യയാണ് എന്ന നിലപാടിൽ തന്നെയാണ് പോലീസ് നിൽക്കുന്നത്. അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് തന്നെയാണ് அவங்க കരുതുന്നത്. പിന്നെ അല്ലെങ്കിൽ പ്രതികളെ രക്ഷിക്കാൻ സഹായകമായ നിലപാട് ഇവരെടുക്കില്ലല്ലോ. പോലീസ് വളരെ പ്രതികൾക്ക് അനുകൂലമായിട്ടുള്ള നിലയിൽ തന്നെയാണ് നീക്കുന്നത്. സംസ്ഥാനത്ത് ഇത് മാത്രമല്ല, ഒട്ടേറെ ഈ സ്ത്രീ പീഡനം എല്ലാ കേസുകളിലും പോലീസിന്റെ സമീപനം പോലീസ് അതിന് പല സ്ഥലങ്ങളിലും കഴിവുകേടാണ് കാണിക്കുന്നത്. പ്രതികളുമായിട്ട് ചേർന്നുകൊണ്ട് അതിൽ നിന്ന് ബെനിഫിറ്റ് എടുക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. ശിവസേനയുടെ ദുരാചാര ഗുണ്ടായിസത്തിനെതിരെ മറൈൻ ഡ്രൈവിൽ നടന്ന ചുംബന സമരത്തിന്റെ ആന്തോളനങ്ങൾ അവസാനിക്കുന്നില്ല. ഇതാ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ദുരാചാര ഗുണ്ടായിസത്തിനെതിരെ ശബരിനാഥൻ MLA ഉദ്ഘാടനത്തിൽ നടന്ന 10,000 പങ്കെടുക്കാത്ത കൂട്ടായ്മ. ഫേസ്ബുക്ക് കൂട്ടായ്മ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഫേസ്ബുക്കിൽ വീരവാദം മുഴക്കുന്നവരൊന്നും നേരിട്ട് യുദ്ധത്തിന് വന്നില്ല. വന്നത് 4-5 ന്യൂ ജനറേഷൻ കേശാലങ്കാര വിദഗ്ധരും പിന്നെ ശബരിനാഥനും. സാറേ, നമ്മുടെ ഷാവള പോലീസേ 2 ഫ്രീക്കന്മാരെ പോയി. ആരോ വണ്ടിക്ക് നമ്പർ പ്ലേറ്റും ഇല്ല, ഹെൽമെറ്റും ഇല്ല. വിളി. എന്താണ് എൻ്റെ പേര്? ശരത്താർ. എൻ്റെ സുജിത്ത്. വീട് എവിടെയാണ്? ഇവിടെ കുമ്പളങ്ങ. കുമ്പളങ്ങ എവിടെ? ഇല്ലിക്കാഞ്ചിന് പടിഞ്ഞാറ്. എൻ്റെ പള്ളുരുത്തി വേളി. എന്താണ് പണി രണ്ടാൾക്ക്? ടൈൽസിൻ്റെ. എന്താണ് അച്ഛൻ്റെ പേര്? സുരേന്ദ്രൻ. കുഞ്ഞപ്പൻ. എന്താണ് അച്ഛൻ്റെ പണി? കൺസ്ട്രക്ഷൻ വർക്ക്. എൻ്റെ 12 മണിയാണ് സാറേ. ഇവൻ്റെ അച്ഛനും 12 മണിയാണ്. നമ്മൾ സദാചാര ഗുണ്ടായിസം എന്ന് പറഞ്ഞ് മെയിൻ സ്ട്രീം മുഖ്യധാര പത്രങ്ങളിലും നവമാധ്യമങ്ങളിലും അതല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്നതുമൊക്കെ ഒരുപക്ഷെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ചെറിയൊരു ഭാഗം തന്നെയാണ്. ഇന്ന് കേരളത്തിലുള്ള സ്ത്രീകൾക്കും കൊച്ചുകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പോലും എല്ലാ ഭാഗത്തും ഉണ്ടാകുന്ന പീഡനങ്ങൾ, ആ പീഡനങ്ങൾ നമ്മൾ കാണുന്നത് പോലെ മറൈൻ ഡ്രൈവിലോ അതല്ലെങ്കിൽ അഴീക്കൽ ബീച്ചിലോ മാത്രമല്ല, വീടുകളിൽ നിന്ന് തുടങ്ങുന്ന ഈ സദാചാര ഗുണ്ടായിസത്തിനെതിരെ ഓരോ മലയാളികളും രാഷ്ട്രീയം മറന്നു നിന്ന് പോരാടേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഒരുപക്ഷെ കഴിഞ്ഞ 1.5 മാസമായി നമ്മൾ കേരളത്തിലെ പത്രം വായിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഫെബ്രുവരി 9-ാം തീയതി 1.5 മാസങ്ങൾക്ക് മുമ്പ് സെക്രട്ടേറിയറ്റിൽ നിന്ന് 1 കിലോമീറ്റർ പോലും ഇല്ലാത്ത യൂണിവേഴ്സിറ്റി കോളേജിൽ 2 വിദ്യാർത്ഥിനികളെയും അവരുടെ ഒരു യുവ സുഹൃത്തും അന്ന് വൈകിട്ട് അവിടുത്തെ നാടകം കാണാൻ പോയതിനു ശേഷം അവിടെയുള്ള SFI, അവിടെയുള്ള ഭരണപാർട്ടിയുടെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFIയിലെ സുഹൃത്തുക്കൾ അവരെ അടിച്ചിട്ടതും അതിനെതിരെ ആ വിദ്യാർത്ഥികൾക്കെതിരെ ആ കുട്ടികൾക്കെതിരെ കോളേജിൽ നിന്ന് മാത്രം പറഞ്ഞതല്ല, പ്രധാനപ്പെട്ട ചാനലുകളിൽ വൈകിട്ട് 9 മണിക്ക് വന്ന് ആ കുട്ടികളെ അധിക്ഷേപിച്ചതും അതിനുശേഷം കഴിഞ്ഞ 1.5 മാസമായി നവമാധ്യമങ്ങളിലും പത്രങ്ങളിലും SFIയുടെ എല്ലാ മുഷ്ടിയും ഉപയോഗിച്ച് കണ്ട് ആ 2 സ്ത്രീകളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് 1-ാം നമ്പർ സദാചാര ഗുണ്ടായിസമാണെന്നാണ് എൻ്റെ വിശ്വാസം. ആ കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം 1.5 മാസമായിട്ട് പോലും, നിയമസഭ നടക്കുന്ന സമയമായിട്ട് പോലും ഇതിനെതിരെ പല പ്രാവശ്യം സബ്മിഷനും അടിയന്തര പ്രമേയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിപക്ഷവും പൊതുസമൂഹവും പറഞ്ഞിട്ട് ശേഷം ഒരാളെ പോലെ പിടിക്കുവാനോ അതിനെതിരെ ഒരു ചാർജ് ഷീറ്റ് നൽകുവാനോ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു യുവനടിക്കെതിരെ കൊച്ചിയിലുണ്ടായ ആക്രമണം, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നിയമസഭയ്ക്ക് 2 ദിവസങ്ങൾക്ക് മുമ്പ് ഫെബ്രുവരി 20-നാണെന്ന് തോന്നുന്നു ആ പ്രശ്നം നടന്നത്. ആ പ്രശ്നം നടന്ന് 4-ാം ദിവസമോ 5-ാം ദിവസമോ പൊതുജനങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് തിരിഞ്ഞതിന് ശേഷം ആ ആളെ കേരളത്തിൽ നിന്ന് പിടിക്കാൻ കഴിയുവാതെ ഹൈക്കോർട്ടിനകത്ത് വെച്ച് ഒരുപക്ഷെ കോർട്ടിൽ അന്ന് ജഡ്ജി ഊണ് കഴിക്കാൻ പോയില്ലായിരുന്നെങ്കിൽ, അദ്ദേഹം 5 മിനിറ്റ് വൈകിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ജയിലിൽ പോകേണ്ട അവസ്ഥ അവർക്ക് ഉണ്ടായിരുന്നേനെ. ഇന്ന് കാണുന്ന രീതിയിൽ പോലീസിന് ആ ക്രിമിനലുകളെ പിടിക്കുവാനുള്ള ഒരവസ്ഥയുണ്ടായിരുന്നേനെ. അന്ന് സത്യം പറയുകയാണെങ്കിൽ 2 ആളുകളെ പിടിക്കാനുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ദൈവം സഹായിച്ചത് കൊണ്ടാണ്. അന്ന് അവിടെ ഒരുപക്ഷെ സമയക്രമം തെറ്റി ഒരു 10 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ആളുകൾ എത്തുവാനൊരു 10 മിനിറ്റ് നേരത്തെ എത്തിയിരുന്നെങ്കിൽ ഇന്ന് കാണുന്നത് പോലെ ഈ പൾസർ സുനിയെ കൂട്ടാളിയെ പിടിക്കുവാൻ ഈ പോലീസിന് കഴിയത്തില്ലായിരുന്നു. ഫെബ്രുവരി 9 നടന്നതിന് ശേഷം, ഫെബ്രുവരി 20 ഈ കാര്യം നടന്നതിന് ശേഷം വീണ്ടും ഒരു ഫെബ്രുവരി 14-ാം തീയതി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സുഹൃത്തും 2 സുഹൃത്തുക്കൾ അവർ കൊല്ലത്ത് അഴീക്കൽ ബീച്ചിൽ പോയപ്പോൾ സദാചാര ഗുണ്ടകൾ വന്നു.
അവർ വന്ന് ആ കുട്ടികളുടെ വീഡിയോ അടക്കമുള്ള കാര്യങ്ങൾ എടുത്തു. ആ വീഡിയോ പോസ്റ്റ് ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് പോലും ഇവിടെ ഒരു നിയമമില്ലാത്തത് കൊണ്ടും അതിനെതിരെ പോലീസ് ശക്തമായ നിർദ്ദേശങ്ങൾ എടുക്കാത്തത് കൊണ്ടും ആ കുട്ടിക്കെതിരെയുള്ള വീഡിയോകൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ വൈറലായി. അതിനുശേഷം ഫെബ്രുവരി 22-ാം തീയതി മനം നൊന്താണ് അനീഷ് എന്ന് പറഞ്ഞ യുവ സുഹൃത്ത് ആത്മഹത്യ ചെയ്തത്. അതിൽ നിന്ന് ഏകദേശം ഒരു 10 ദിവസം കഴിഞ്ഞാണ് മാർച്ച് 8-ാം തീയതി നമ്മൾ നോക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ കേരളത്തിൽ ഒരു വേരോട്ടവുമില്ലാത്ത ശിവസേന എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടി തലേ ദിവസം കൊച്ചിയിലെ പ്രമുഖ പത്രങ്ങളിൽ, മംഗളം ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ അതിൽ സിറ്റി ന്യൂസ് വന്നതാണ്. 9-ാം തീയതി 8-ാം തീയതി ഇന്ന സമയത്ത് ആളുകൾ മെറീൻ ഡ്രൈവിൽ വന്ന് കുട്ടികളെ ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ട് പോലും പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ OB വാനുകളുടെ സഹായത്തോടെ മെറീൻ ഡ്രൈവിൽ ഈ പാർട്ടിയും അതിലുള്ള 10 പേരും ഒരുമിച്ച് വന്നപ്പോൾ അതിനെതിരെ പ്രതിരോധിക്കുവാൻ സർക്കാരിന് കഴിഞ്ഞില്ല. ഒരു ഇന്റലിജൻസ് ഫെയിലർ അല്ലേ നടന്നത്? സാധാരണ കാര്യങ്ങൾ മനസ്സിലാക്കുവാനാണ് ഇന്റലിജൻസിന്റെ റെസ്പോൺസിബിലിറ്റി. ഇത് കുറ്റം ചെയ്യാൻ പോകുന്ന ആളുകൾ ഒരു ദിവസം മുമ്പ് തന്നെ വന്ന് പറഞ്ഞു, നമ്മൾ മെറീൻ ഡ്രൈവിൽ പോകാൻ പോവുകയാണ്, നമ്മൾ അവിടെ കുട്ടികളെ ആക്രമിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് പോലും അവിടെ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. പോലീസ് സന്നാഹം ക്യാമറയുടെ കൂടെ, OB വാനുകളുടെ കൂടെ, ശിവസേനക്കാരുടെ കൂടെ വന്നു എന്ന് മാത്രമല്ല, അവിടെ ഇന്നലെ വീഡിയോ പരിശോധന കാണാം. 2 പെൺകുട്ടികളെ ഇവർ ആക്രമിക്കുന്നു. അത് ആക്രമിക്കുമ്പോൾ തൊട്ടടുത്ത് നിന്ന് ആനന്ദിച്ചുകൊണ്ട് ഒരാൾ ഒരു ഫോണിൽ അത് വീഡിയോ പകർത്തുകയാണ്. എന്നിട്ട് പോലീസ് ഒന്നും ചെയ്യാതെ അവിടെ ശിവസേനക്കാർക്ക് കുടമെടുക്കുകയാണ് ചെയ്തത്. ശിവസേനക്കാർ ആക്രമിച്ചു പോയതിനു ശേഷം അവരുടെ കൂടെ തന്നെ പോലീസ് പോയി. അന്നൊരു തീരുമാനവും എടുത്തില്ല, ഒരാളെ പോലും കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞില്ല. അന്ന് വൈകിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്തത് എന്താണ്? അതിന് ഉത്തരവാദിത്വം ഏറ്റുകൊണ്ട് ഒരു SIയെ, കൊച്ചിയിലുള്ള തൊട്ടടുത്തുള്ള സ്റ്റേഷനിലെ ഒരു SIയെ തൽക്കാല നടപടിയെടുക്കുക മാത്രമാണ് ഈ സർക്കാർ ചെയ്തത്. ഫെബ്രുവരി 9 തൊട്ട്, അല്ലെങ്കിൽ ഈ സർക്കാർ വന്നതിന് ശേഷം പ്രമുഖമായ 20 പീഡന കഥകളാണ് വന്നിട്ടുള്ളത്. വാളയാറിലുണ്ടായ കൊച്ചുകുട്ടികൾക്കിടയിലുണ്ടായ പീഡനം, അതിനോടൊപ്പം വയനാട് രൂപതയ്ക്ക് താഴെയുണ്ടായ പീഡനം, അതിനോടൊപ്പം മറ്റു സ്ഥലങ്ങളുണ്ടായ പീഡനങ്ങൾ. ഇത് ഓരോ ദിവസം വാർത്തകൾ വന്നിട്ട് പോലും ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. എനിക്ക് പറയാനുള്ളത്, ഇതുപോലത്തെ പാർട്ടികളെ വളർത്തുന്നതും ഇതുപോലത്തെ സർക്കാർ തന്നെയാണോ എന്നുള്ള സംശയം എനിക്കുണ്ട്. അപ്പോൾ ഈ തരത്തിൽ സർക്കാരിൻ്റെ പരാജയങ്ങൾ മാറ്റിവെക്കുവാൻ വേണ്ടി ഗുണ്ടകളായിട്ട് ഭരണപക്ഷ MLA-മാരെ ഇറക്കുവാൻ നോക്കുന്ന CPM നയവും LDF നയവും മാറണം. എന്തായാലും ഈ ഒരു കൂട്ടായ്മ നല്ല രീതിയിൽ തുടങ്ങി കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും മാറട്ടെ. ഇവിടെ ആളുകൾക്ക് ജീവിക്കുവാനുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് അനുസരിച്ചിട്ടുള്ള ആർട്ടിക്കിൾസ് അനുസരിച്ചിട്ടുള്ള സ്വാതന്ത്ര്യം ആളുകൾ കിട്ടണം. അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വൈകിട്ട് നമ്പർ പ്ലേറ്റ് അയച്ചു മാറ്റി ഹെൽമെറ്റ് ഇറങ്ങിക്കോളും, മാല പൊട്ടിക്കാൻ. നമ്മ ഹെൽമെറ്റ് വെക്കാറില്ല. എന്താണ് മുടിക്ക പൂറാവും സാറേ. ഹെൽമെറ്റ് വെച്ചാലേ മുടി ഷോ പോയി പോന്ന് പറഞ്ഞ നിന്റെ മുടി കഴിച്ചേ. ഈ ജാതി കോലം കെട്ടി നടക്കാനാണ് അമ്മമാർക്ക് ഈ പൈസ വേണ്ടത്. ഇല്ല സാറേ, നമ്മൾ ടൈലോണിയൊക്കെ എടുത്തിട്ട് കിട്ടണ വരുമാനം കൊണ്ട് ജീവിക്കുന്നത്. ഇനി ശിവസേന കുറ്റവാളികളും ഗുണ്ടകളും വിളയാടിയ മറൈൻ ഡ്രൈവിൽ ലൈംഗികത അശ്ലീലമാണെന്നും അതെന്തോ വൃത്തികെട്ട ഏർപ്പാടുമാണെന്ന ദുരാചാര ഗുണ്ടായിസക്കാരുടെ ഞരമ്പ് മനസ്സിനെതിരെ ഒരു യുവാവ് നടത്തിയ പരസ്യ മൂത്രാഭിഷേക പ്രതീകാത്മക സമരം.